ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദി ഫോർത്ത് ടേം ഈസ് 18 ആൻഡ് 18th ടേം ഈസ് 4. ഫൈൻഡ് കോമൺ ഡിഫറൻസ് ആൻഡ് ഫസ്റ്റ് ടേം. റൈറ്റ് ഇറ്റ്സ് ആൾജിബ്രൈക് ഫോം. ക്വസ്റ്റ്യൻ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ നോക്കൂ. ഫോർത്ത് ടേം 18, 18th ടേം 4. ടേമും പൊസിഷനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കോമൺ ഡിഫറൻസിനും പ്രത്യേകത ഉണ്ടാവും. കോമൺ ഡിഫറൻസ് ഡി ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേംസിൻ്റെ ഡിഫറൻസും പൊസിഷൻ്റെ ഡിഫറൻസും ഒരേ നമ്പറാണ് വരിക. പക്ഷേ എന്താ വ്യത്യാസം ഉണ്ടാവുക നോക്കൂ. ടേം ഡിഫറൻസ് 4 മൈനസ് 18. 18th ടേം ഈസ് 4, 4th ടേം ഈസ് 18. സോ 4 മൈനസ് 18. പൊസിഷൻ ഡിഫറൻസ് 18 മൈനസ് 4. We get negative 14 by 14 equal to -1. അപ്പോൾ ഇനി ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഇതുപോലെ വരുന്ന ക്വസ്റ്റ്യൻസിന് ടേമും പൊസിഷനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയാണെങ്കിൽ ഇതുപോലെ തന്നെയല്ലേ വരിക അല്ലേ. അപ്പോൾ നമുക്ക് -1 തന്നെയായിരിക്കും കോമൺ ഡിഫറൻസ് കിട്ടുക. എക്സാമ്പിൾ 10th ടേം ഈസ് 15, 15th ടേം ഈസ് 10. വരുമ്പോൾ എന്ത് വരും? -5/5. അപ്പോൾ ഇങ്ങനെ വരുന്നിടത്തെല്ലാം നമുക്ക് കോമൺ ഡിഫറൻസ് -1 എന്ന് കിട്ടും. ഇനി അടുത്ത ഫസ്റ്റ് ടേം നോക്കാം. ഫസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു ഇവിടെ തന്നിരിക്കുന്ന ഫോർത്ത് ടേം ഉണ്ട്. ഫോർത്ത് ടേമിൽ നിന്നും 3 കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്യുന്നു. ഫസ്റ്റ് ടേം കിട്ടുന്നു 18 മൈനസ് 3 ഇൻറ്റു -1. ഡി -1 ആണ്. 3 ഇൻറ്റു -1 ഈസ് -3. സബ്ട്രാക്റ്റിംഗ് -3 ബിക്കംസ് +3. 18 + 3. ഫസ്റ്റ് ടേം കിട്ടി 21. ഇനി ആൾജിബ്രൈക് ഫോം ആണ്. അത്തമരി സീക്വൻസിൻ്റെ ആൾജിബ്രൈക് ഫോം. xn ഇസ് ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d ഈക്വൽ ടു -1 ഇൻറ്റു n പ്ലസ് ഫസ്റ്റ് ടേം 21 മൈനസ് d -1. 21 മൈനസ് -1 ഈസ് 21 + 1 22. ആൻഡ് -1 ഇൻറ്റു n നമുക്ക് -n എന്ന് കിട്ടും. സോ -n + 22. ഇതിനെ നമുക്ക് ഒന്നുകൂടെ മാറ്റി ഇങ്ങനെ എഴുതാം 22 മൈനസ് n. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് നമുക്ക് കോമൺ ഡിഫറൻസ് -1 വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ സീക്വൻസ് അരിത്തമെറ്റിക് സീക്വൻസ് ഡിക്രീസിങ് ഓർഡറിലായിരിക്കും. ഫസ്റ്റ് ടേം 21 ആവുമ്പോൾ -1 കോമൺ ഡിഫറൻസും വന്നാൽ 21, 20, 19, 18 എക്സെട്ര എന്ന സീക്വൻസ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇവിടെ നോക്കൂ, 22 നിന്ന് ഫസ്റ്റ് കൗണ്ടിങ് നമ്പർ കുറയ്ക്കുന്നു. n = 1. അപ്പോൾ 22 മൈനസ് 1 21 കിട്ടി ഫസ്റ്റ് ടേം. ഇനി 2 സബ്ട്രാക്ട് ചെയ്താൽ 22 മൈനസ് 2 സെക്കൻഡ് കൗണ്ടിങ് നമ്പർ സബ്ട്രാക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് 20 കിട്ടി. അങ്ങനെ 21, 20 എക്സെട്ര. കണ്ടോ, ഡിക്രീസിങ് ഓർഡറിലുള്ള സീക്വൻസ് ആണ്. കോമൺ ഡിഫറൻസ് നെഗറ്റീവ് വരുമ്പോൾ സീക്വൻസ് ഡിക്രീസിങ് ഓർഡറിൽ ആയിരിക്കും. ക്ലിയർ ആയല്ലോ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. പ്രൂവ് ദാറ്റ് ദ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം 1/3 ആൻഡ് കോമൺ ഡിഫറൻസ് 1/6 കണ്ടെയ്ൻസ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. 1/3 ഫസ്റ്റ് ടേമും 1/6 കോമൺ ഡിഫറൻസും വരുന്ന ഒരു സീക്വൻസിൽ, ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ എല്ലാ നാച്ചുറൽ നമ്പേഴ്സും, അതായത് 1, 2, 3, 4, 5 എക്സെട്ര ഇതെല്ലാം ടേം ആയിട്ട് വരുന്നുണ്ട് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ടേം f is equal to 1/3 ആൻഡ് കോമൺ ഡിഫറൻസ് d is equal to 1/6. nth ടേം xnൽ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. dn പ്ലസ് f മൈനസ് d. d 1/6 ആണ് കോമൺ ഡിഫറൻസ്. 1/6 ഇൻറ്റു n പ്ലസ് f മൈനസ് d 1/3 മൈനസ് 1/6. 1/6 n പ്ലസ് 1/3യുടെ ഈക്വൽ ഫ്രാക്ഷൻ 2/6 എന്ന് എഴുതി. 2/6 മൈനസ് 1/6 ഈക്വൽ ടു 1/6. സോ 1/6n പ്ലസ് 1/6. ഇനി 1/6 നമ്മൾ കോമൺ ഫാക്ടർ പുറത്തെടുത്ത് ബാക്കി ബ്രാക്കറ്റിനകത്ത് എഴുതുന്നു n പ്ലസ് 1. 1/6 ഇൻറ്റു n 1/6n 1/6 ഇൻറ്റു 1 1/6. അപ്പോൾ നമ്മൾ 1/6 പുറത്തെടുത്താൽ അകത്ത് n പ്ലസ് 1 എന്ന് എഴുതാം. n ഈസ് എ കൗണ്ടിങ് നമ്പർ, നാച്ചുറൽ നമ്പർ. അപ്പോൾ n പ്ലസ് 1ഉം ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കും. ഇനി സിൻസ് n ഈസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് വെൻ n പ്ലസ് 1 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 6, ഇനി നമുക്കിവിടെ എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഉണ്ടായിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ n പ്ലസ് 1 ഒരു നാച്ചുറൽ നമ്പറാണ്. ഇവിടെ വരുന്ന n പ്ലസ് 1 6ൻ്റെ മൾട്ടിപ്പിളായി വരുന്ന ഒരു നമ്പർ ആയാൽ നമുക്ക് ഇവിടെ നാച്ചുറൽ നമ്പർ കിട്ടും. അപ്പോൾ നമുക്ക് 6 കട്ട് ചെയ്ത് പോകുമല്ലോ. ഫോർ എക്സാമ്പിൾ ഇവിടെ 5 n-ന് 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 5 + 1 6 ആണ്. 6/6 1 കിട്ടി. അങ്ങനെ അടുത്ത മൾട്ടിപ്പിൾ, ഇനി അടുത്ത 6ൻ്റെ മൾട്ടിപ്പിൾ കിട്ടണം n പ്ലസ് 1. അതായത് n is equal to 11 വന്നാൽ n പ്ലസ് 1 12 ആയി. ദെൻ 12/6 2 എന്ന നാച്ചുറൽ നമ്പർ കിട്ടും. അപ്പോൾ നമുക്ക് എല്ലാ കൗണ്ടിങ് നമ്പേഴ്സും എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഇവിടെ
ടേം ആയിട്ട് വരും എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുന്നു. അതിന് n+1 ഒരു മൾട്ടിപ്പിൾ ഓഫ് 6 ആയാൽ മതി. മൾട്ടിപ്പിൾ ഓഫ് 6 ആകുമ്പോഴൊക്കെയും നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് ടേം ആയിട്ട് കിട്ടുന്നു. സോ എന്താ എഴുതിയിരിക്കുന്നത് നോക്കൂ. സിൻസ് n ഈസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് വെൻ n+1 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 6, then 1/6 into n+1 contains all natural numbers. Okay. Next question. Prove that the arithmetic sequence with the first term 1/3 and common difference 2/3 contains all odd numbers but no even numbers. First term 1/3 കോമൺ ഡിഫറൻസ് 2/3 വരുന്ന സീക്വൻസിൽ എല്ലാ ഓഡ് നമ്പേഴ്സും ഉണ്ടായിരിക്കും ആൻഡ് നോ ഈവൺ നമ്പേഴ്സ്. ഇതാണ് പ്രൂവ് ചെയ്യാനുള്ളത്. സോ ഫസ്റ്റ് ടേം f is equal to 1/3 and common difference d is equal to 2/3. Now the arithmetic, the algebraic form of the arithmetic sequence xn. xn is equal to dn plus f minus d. D is 2/3, 2/3n plus first term minus common difference f minus d become 1/3 minus 2/3. We get 2/3n plus 1/3 minus 2/3 is minus 1/3. Smaller number minus larger number becomes negative. So it is minus 1/3. അത് നമുക്ക് ഇങ്ങനെ എഴുതാം. 2/3n minus 1/3 is equal to 1/3. Take 1/3 common factor outside into 2n minus 1. 1/3 of 2n minus 1. ഈ 2n minus 1 എന്ന ആൾജിബ്രൈക് ഫോം നമുക്ക് വളരെ ഫെമിലിയർ ആണ്. നിങ്ങൾക്കതറിയാം. ഇത് ഓഡ് നമ്പേഴ്സിൻ്റെ സീക്വൻസിനെയാണ് നമ്മൾ ഈ അരിത്തമെറ്റിക് ആൾജിബ്രൈക് ഫോം യൂസ് ചെയ്യുന്നത്. 2n minus 1. സോ നമുക്കിങ്ങനെ പറയാം. 2n minus 1 ഈസ് ഓഡ്. വി നോ ഓഡ് നമ്പേഴ്സിനെ 2n minus 1 എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. 2n minus 1 is odd and 1/3 of 2n minus 1. നമുക്ക് കിട്ടിയ ആൾജിബ്രൈക് ഫോം 1/3 of 2n minus 1 ആണ്. ഒരു ഓഡ് നമ്പറിൻ്റെ 1/3 ഓഡായിരിക്കും. അതുകൊണ്ട് നമുക്ക് 1/3 of 2n minus 1 is also odd എന്ന് പറയാം. അപ്പോൾ ഇനി സോ ദിസ് സീക്വൻസ് കണ്ടെയ്ൻസ് ഓൾ ഓഡ് നമ്പേഴ്സ് ആൻഡ് നോ ഈവൺ നമ്പേഴ്സ്. ഇവിടെ ന്യൂമറേറ്റർ 2n minus 1 ഓഡാണ്. 1/3 ഓഫ് ഓഡും ഓഡ് തന്നെ വരുന്നു. ഒരിക്കലും നമുക്കവിടെ ഈവൺ നമ്പേഴ്സ് കിട്ടുകയില്ല. എല്ലാ ഓഡ് നമ്പേഴ്സും ഇതിൽ ഉണ്ടായിരിക്കും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് ദ സ്ക്വയേഴ്സ് ഓഫ് ഓൾ ദ ടേംസ് ഓഫ് ദ AS 4, 7, 10 etc. belong to the sequence. Once again the question. Prove that the squares of all terms of the arithmetic sequence 4, 7, 10 etc. എന്ന അരിത്തമെറ്റിക് സീക്വൻസിൽ ഈ ടേംസിൻ്റെ തന്നെ സ്ക്വയേഴ്സ്, ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ ഏതൊക്കെ ടേംസ് ഉണ്ടോ അതിൻ്റെ എല്ലാം സ്ക്വയേഴ്സും ഈ സീക്വൻസിൽ ഉണ്ടായിരിക്കും. സ്ക്വയേഴ്സ് ഓഫ് ദീസ് ടേംസ് ആർ ബിലോങ് ടു ദ സെയിം സീക്വൻസ്. ഇതാണ് പ്രൂവ് ചെയ്യാനുള്ളത്. 4, 7, 10 etc. is the sequence. First term 4, common difference 7 minus 4, 3. ഇനി നമുക്കറിയുന്ന കാര്യമാണ്, when dividing each term by common difference, the remainder will be the same number. തന്നിരിക്കുന്ന സീക്വൻസിനെ ഓരോ ടേമിനെയും കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ ഒരേ നമ്പർ ആയിരിക്കും. ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ പ്രത്യേകതയാണ്. നമുക്കത് നോക്കാം. 4 divided by 3. ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് 3. റിമൈൻഡർ ഈസ് 1. സെക്കൻഡ് ടേം 7. 7 divided by 3. റിമൈൻഡർ ഈസ് 1. 2 3s are 6. റിമൈൻഡർ 1. 10 divided by 3. 3 3 9. 10 divided by 3. Remainder becomes 1. So we get 1 remainder. Isn't it? അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് എഴുതുന്ന എല്ലാ ടേംസിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 കിട്ടിയിരിക്കും. അപ്പോൾ ഇനി ഇതിൻ്റെ എല്ലാം സ്ക്വയേഴ്സായി വരുന്ന നമ്പേഴ്സ് 4, 7, 10 എക്സെട്ര. സ്ക്വയേഴ്സ് 4 നിന്ന് തുടങ്ങുന്നു. 4 square 16, 7 square 49, 10 square 100 എക്സെട്ര. ഈ നമ്പേഴ്സ് ഇതിലുണ്ടാകുമോ? സ്ക്വയേഴ്സ് ഓഫ് ദീസ് നമ്പേഴ്സ് ഉണ്ടാവുമോ എന്നറിയാൻ നമ്മൾ ഇതിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 16 divided by 3. 5 3s are 15. Remainder 1. 49 divided by 3. 48 is a multiple of 3. Then remainder 1.
100 divided by 3, 99, a multiple of 3. So remainder is 1. Here also we get remainder 1. അപ്പോൾ നമുക്കിതൊന്ന് പറയാം. ഈ terms, ഈ squares of these terms leave remainder 1 on division by common difference 3. So these terms belong to the same sequence. So when dividing squares of the terms by 3, we get the remainder 1. Therefore, the squares of all terms of this arithmetic sequence belong to this sequence. Okay. Next question. Prove that the arithmetic sequence 5, 8, 11, etc. contains no perfect squares. തൊട്ട് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യനിൽ 4, 7, 10, etc. contains squares of the terms. അതിൽ എല്ലാ ടേംസിൻ്റെയും സ്ക്വയേഴ്സും അതിൽ ഉണ്ട് എന്നാണ്. എന്നാൽ ഇവിടെ 5, 8, 11 contains etc. contains no perfect squares. ഇതിൽ ഒരു പെർഫെക്റ്റ് സ്ക്വയറും ഉണ്ടായിരിക്കില്ല. നോക്കാം. അരിത്തമെറ്റിക് സീക്വൻസ് ഗിവൺ സീക്വൻസ് ഈസ് 5, 8, 11, etc. ഇവിടെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഓരോ ടേമിനെയും കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ് ഹിയർ? 8 minus 5 equal to 3. When dividing each term by common difference 3, what is the remainder we get? 5 divided by 3, 1, 3, 3, remainder 2. Second term 8, 8 divided by 3, 2 3s are 6, remainder 2. Third term 11, 11 divided by 3, 3 3s are 9, remainder 2. So ഇതിലെ ഓരോ ടേമിനെയും കോമൺ ഡിഫറൻസ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ 2 ആണ്. അപ്പോൾ ഇനി നമുക്ക് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് 1, 4, 9, 16, 25, 36, etc. ആർ കാൾഡ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. ഓരോ പെർഫെക്റ്റ് സ്ക്വയറിനെയും നമ്മളിനി 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 1 divided by 3, we get remainder 1. 4 divided by 3, we get remainder 1. 9 divided by 3, we get remainder 0. 16 divided by 3, 5 3s are 15, remainder 1. 25 divided by 3, 8 3s are 24, remainder 1. 36 divided by 3, we get a remainder 0 because 36 is a multiple of 3. So what are the remainders we got? 1 1 0, 1 1 0. So when we write some more perfect squares and divide these numbers by 3, we will get the remainder 1 or 0, isn't it? And there is no remainder 2 in this case. So on dividing these perfect squares by 3, the remainders are 0 or 1. Therefore, no perfect squares belong to this arithmetic sequence. Perfect squaresനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ നമുക്ക് 2 ഒരിക്കലും കിട്ടുകയില്ല. എന്നാൽ നമ്മുടെ സീക്വൻസിനെ 5, 8, 11, etc. എന്ന ഗിവൺ സീക്വൻസിനെ കോമൺ ഡിഫറൻസ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 2 ആണ്. സോ ദിസ് സീക്വൻസ് കണ്ടെയ്ൻസ് നോ പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Write the all numbers in the arithmetic sequence 11 by 8, 14 by 8, 17 by 8, etc. Do they form an AS arithmetic sequence? ഈ ടേംസ് ഇങ്ങനെ എഴുതിപ്പോയാൽ നമുക്ക് കിട്ടുന്ന ഓൾ നമ്പേഴ്സ് ഏതാണെന്ന് എഴുതാനാണ് ക്വസ്റ്റ്യൻ. അടുത്തത് ആ ഓൾ നമ്പേഴ്സ് മാത്രം ഒരു സീക്വൻസായി എഴുതിയാൽ അത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആയിരിക്കുമോ? ഇതാണ് ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് ടേം ഈസ് 11 by 8 and common difference is 3 by 8. Now the algebraic form xn. xn is equal to dn plus f minus d. dn is 3 by 8 n plus first term minus common difference 11 by 8 minus 3 by 8. We get 3 by 8 n plus 11 minus 3 by 8 is 8 by 8 and 8 by 8 is 1. So we can write 3 by 8 n plus 1. We know n is a counting number, natural number. Then for 3 by 8 n plus 1 to be a whole number, 3 by 8 n should be a whole number. 3 by 8 n plus 1 ഒരു whole number കിട്ടണമെങ്കിൽ 3 by 8 n whole number ആയിരിക്കണം. 3 by 8 is a fraction. To get 3 by 8 n a whole number, then n should be a multiple of 8. n multiple of 8 ആകുമ്പോഴാണ്
3/8n ഒരു ഓൾ നമ്പർ ആവുകയുള്ളൂ, ഓർ അക്കൗണ്ടിങ് നമ്പർ ആവുകയുള്ളൂ. ഓക്കെ, സോ നോക്കാം നമുക്ക്. n should be multiple of 8. Therefore, when n is equal to the values 8, 16, 24, etc., when we substitute n is equal to 8, ഇവിടെ നമുക്ക് 3/8 into 8, 8 cancelled, 3 കിട്ടും, 3 plus 1, 4. Then substitute n is equal to 16, 3/8 into 16, 16/8 2 വരുന്നു, 3 into 2 6, 6 plus 1 7 എന്ന് കിട്ടുന്നു. നെക്സ്റ്റ് വൺ n is equal to 24. അതായത് ഇവിടെ 3/8 എന്നിൽ എന്നിനെ മൾട്ടിപ്പിൾസ് ഓഫ് 8 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രമേ ഡിനോമിനേറ്ററിൽ 8 ക്യാൻസൽ ആവുകയുള്ളൂ. ദെൻ ദ ടേം ബിക്കംസ് എ ഹോൾ നമ്പർ. ഓക്കെ, അപ്പോൾ എന്നിന് വേണ്ടത് നമുക്ക് മൾട്ടിപ്പിൾസ് ഓഫ് 8 ആണ്, വിച്ച് ആർ ദ 8, 16, 24, എക്സെട്ര. വി ഗെറ്റ് ദ ഹോൾ നമ്പേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ടിങ് 8, 16, 24 എന്നിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 4, 7, 10, എക്സെട്ര. റൈറ്റ് ദ ഹോൾ നമ്പേഴ്സ് ഇൻ ദിസ് അരിത്തമെറ്റിക് സീക്വൻസ് എന്നാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഹോൾ നമ്പേഴ്സ് 4, 7, 10, എക്സെട്ര. നൗ ഈസ് ഇറ്റ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്? ദർ ഈസ് കോമൺ ഡിഫറൻസ്. 7 minus 4, 3. 10 minus 7, 3. So there is common difference 3. So it is an AS. The sequence also form an AS. ഇനി നമുക്ക് ഇത് ഈ രീതിയിൽ ആൾജിബ്രൈക് ഫോമിലൂടെ നമുക്ക് പ്രൂവ് ചെയ്യുന്നതിന് പകരം വേറൊരു തരത്തിൽ കൂടെ ചെയ്യാം. അതായത് നമ്മൾ സീക്വൻസിലെ ടേംസ് അങ്ങനെ അങ്ങോട്ട് എഴുതി പോവുകയാണ്. 11/8, 14/8, 17/8. ദെൻ നമുക്ക് ഇന്ന് കോമൺ ഡിഫറൻസ് കാണാലോ, 3/8 ആണ്. 14 minus 11, 3, 3/8. 17/8 കഴിഞ്ഞാൽ 3/8 ആഡ് ചെയ്ത് എഴുതുന്നു. സോ 20/8. Now 23/8, 26/8, 29/8, then 32/8. 32/8. 32 is a multiple of 8. So we get 32/8 is a whole number. 4 എന്ന് കിട്ടി. Again add ചെയ്ത് പോകുന്നു. 32 plus 3, 35. 35/8, 38/8, 41/8, 44/8, 47/8, 50/8, 53/8, then 56/8. What is 56/8? We get 7. 7, 8, 56. So we get the next whole number 7. ഇനി വീണ്ടും നമ്മൾ എഴുതി പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് 80/8 ആയിരിക്കും. നോക്കൂ, ഓരോ എട്ടാമത്തെ ടേമുമാണ് ഇവിടെ ഹോൾ നമ്പറായി കിട്ടുക. 1, 2, 3, 4, 5, 6, 7, 8th ടേം. അടുത്ത വീണ്ടും 16th ടേം വരും. 9, 10, 11, 12, 13, 14, 15, 16. എഗെയിൻ അടുത്ത എട്ടാമത്തെ ടേം വി ഗെറ്റ് 24th ടേം അല്ലേ, അത് നമുക്ക് 80/8 എന്ന് കിട്ടുന്നു. സോ 56/8 പ്ലസ് 24/8 നമുക്ക് എത്ര കിട്ടും? 80/8. 80/8 is equal to 10. So the numbers, the whole numbers in this sequence are 4, 7, 10, etc. ഇങ്ങനെ ഫ്രാക്ഷൻസ് എഴുതിക്കൊണ്ട് അതിൽ നിന്നും നമുക്ക് ഒരു 2 ഹോൾ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റിലേഷൻ മനസ്സിലായി. അങ്ങനെയും നമുക്കിത് എടുത്തെഴുതാവുന്നതാണ്. ഓക്കെ.